സർക്കാരിന്റെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ കാണിച്ച രാഷ്ട്രീയ മണ്ടത്തരങ്ങളും കപട നിലപാടുകളും കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയാണ് അവതാളത്തിലാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിരുന്നപ്പോഴും തെരഞ്ഞെടുപ്പ് വേദികളിലും പദ്ധതിയെ ശക്തമായി എതിർക്കുകയും ഇപ്പോൾ അധികാര കസേരയിൽ ഇരുന്ന് സ്വന്തം അജണ്ടകൾ പൊളിഞ്ഞപ്പോൾ പരുങ്ങലിലാവുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ ഇരട്ടത്താപ്പിനെതിരെ സോഷ്യൽ മീഡിയയിലും പുറത്തും പ്രതിഷേധ മഴയാണ്. രാജ്യത്താകെ 14,500 സ്കൂളുകളുടെ വികസനത്തിനായി 27,360 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ നീക്കിവച്ചിരിക്കുന്നത്. ഇതിൽ കേരളത്തിന് മാത്രം ലഭിക്കേണ്ടത് 1,186.84 കോടി രൂപയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കില്ലെന്നും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കാൻ തന്റെ സർക്കാർ തയ്യാറല്ലെന്നുമായിരുന്നു സതീശൻ തെരഞ്ഞെടുപ്പ് വേദിയിൽ പ്രസംഗിച്ചിരുന്നത്. ഇത് മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന് വരെ വരുത്തി തീർത്ത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാനാണ് അദ്ദേഹം അന്ന് ശ്രമിച്ചത്. അന്ന് LDF സർക്കാർ കരാറിൽ ഒപ്പുവെച്ചപ്പോൾ അതിനെതിരെ മുസ്ലിം സംഘടനകളെ കൂട്ടുപിടിച്ച് സതീശൻ ശക്തമായി രംഗത്ത് വരികയും നിയമസഭയിൽ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. ഭരണത്തിലേറെ വിദ്യാഭ്യാസ ചെലവിന് പോലും പണമില്ലാതെ സംസ്ഥാന ഖജനാവ് കാലിയാവുമെന്ന് കണ്ടപ്പോൾ മുഖ്യമന്ത്രിക്ക് കേന്ദ്ര ഫണ്ട് വേണമെന്നായി. കോടികൾ കളയേണ്ടതില്ലെന്ന നിലവിലെ ബോധ്യത്തിൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ച ശേഷം മന്ത്രിസഭാംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി മുൻ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെച്ചതിനെയാണ് അന്ന് താൻ എതിർത്തതെന്ന വിചിത്രവാദവുമായി സതീശൻ ഇപ്പോൾ മുഖം രക്ഷിക്കാൻ നോക്കുകയാണ്. ഒപ്പുവെച്ച കരാറിൽ നിന്ന് പിന്മാറാൻ സാധിക്കില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതോടെ അനുവദിച്ച 106 കോടി രൂപയിൽ 99.27 കോടിയും കൈപ്പറ്റുകയും ചെയ്തു. മുസ്ലിം സംഘടനകളെ തൃപ്തിപ്പെടുത്താൻ ഇപ്പോൾ കരിക്കുലത്തെ മുൻനിർത്തിയാണ് മുഖ്യമന്ത്രിയുടെ അടുത്ത കള്ളപ്രചരണം. കരിക്കുലം തീരുമാനിക്കാൻ സംസ്ഥാനത്തിനാണ് അധികാരമെന്നും അതിൽ കേന്ദ്രത്തെ ഇടപെടാൻ അനുവദിക്കില്ല എന്നുമാണ് സതീശൻ ഇപ്പോൾ തട്ടിവിടുന്നത്. എന്നാൽ രാജ്യത്തെ മറ്റ് BJP ഇതര സംസ്ഥാനങ്ങൾ പോലും ഈ കരിക്കുലം അംഗീകരിച്ചാണ് പദ്ധതി കൃത്യമായി നടപ്പാക്കുന്നത് എന്ന യാഥാർത്ഥ്യം മുഖ്യമന്ത്രി മറച്ചുവെക്കുകയാണ്. കേരളത്തിന് മാത്രമായി ഇതിൽ മാറ്റം വരുത്താൻ കഴിയില്ലെന്നിരിക്കെ പൊതുജനങ്ങളെയും സ്വന്തം അണികളെയും സതീശൻ വീണ്ടും വിഡ്ഢികളാക്കുകയാണ്. ഔദ്യോഗിക ഫയലുകളിൽ എല്ലാ രേഖകളും നടപടികളും വ്യക്തമായിരിക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സതീശന്റെ കള്ളങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും പ്രതിഷേധം പുകയുകയാണ്. ഒരു ഔദ്യോഗിക രേഖ ഔദ്യോഗിക ഫയലിലിരിക്കെ അങ്ങനെ ഒന്നില്ലെന്ന് പറഞ്ഞ് സ്വയം പരിഹാസ്യനാക്കാനാണോ മുഖ്യമന്ത്രിയുടെ ശ്രമമെന്നാണ് പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കുന്നത്. ആധികാരികമായി ഇത്തരം തട്ടിപ്പ് വർത്തമാനങ്ങൾ ഒരു ഭരണാധികാരിക്ക് ഭൂഷണമല്ലെന്നും രാഷ്ട്രീയ കളികൾക്കായി കുട്ടികളുടെ ഭാവി വെച്ച് പന്താടരുതെന്നും ആവശ്യപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത്. ബാക്കി കോലാഹലങ്ങൾ വരും മണിക്കൂറുകളിൽ അറിയാം.